നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിജയ് അല്ല, സാറിന്റെ പദ്ധതികൾ എന്തൊക്കെയാ? അതതിന്റെ ക്രൂഷ്യൽ സെഗ്മെന്റിലേക്ക് കടക്കുന്നു. ഒരു കുരുതി ഉടനെ നടക്കും. കഥയിൽ ഒരു മരണം അനിവാര്യമാണ്. അയ്യോ, എന്താ ശരത്തെ? മരണമെന്ന് കേട്ടപ്പോ ഭയന്നോ? ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എല്ലാവരെയും രക്ഷപ്പെടുത്താനാവാത്തോണ്ട് ദൈവം ഇവിടെ ഡോക്ടർമാരെന്നൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു. അതുപോലെ കാലന് കയറുമായി നേരിട്ട് വന്ന് ഉയരെടുക്കാൻ സാങ്കേതിക തടസ്സം ഉള്ളതുകൊണ്ട് നമ്മളെപ്പോലൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു. അല്ല, ആരാ ടാർഗറ്റ്? അതാള് വീഴുമ്പോ അറിയാം. എനിവേ നോട്ട് എ ബാഡ് ചോയ്സ്. കടയേറ്റ് ഭൂമിയിൽ പതിക്കുമ്പോ അത്ര ചെറുതല്ലാത്ത ഭൂമിയൊലുക്കം ഉണ്ടാക്കാൻ കെൽപ്പുള്ളൊരു മരം. അതത്ര വലുതുമല്ല, അത്ര ചെറുതുമല്ല. ഞാനല്ലല്ലോ അല്ലേ? അതിന് ശരത്തൊരു വൻമരം അല്ലേ? ശരത്തെ, ഞാനിപ്പോ വിളിപ്പിച്ചത് ശരത്തിനൊരു അസൈൻമെന്റ് ഏൽപ്പിക്കാനാ. പറയണം സാർ. ഈ വരും ദിവസങ്ങളിൽ ഡോക്ടർ നിരഞ്ജന്റെയും അക്ഷരയുടെയും ജയശങ്കറിന്റെയും വാഹനങ്ങൾ എവിടെയൊക്കെ പോകുന്നു, എവിടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. 3 വണ്ടികളുടെ സർവീസ് ഹിസ്റ്ററിയും പിന്നെ അവർക്ക് വലിയ അടുപ്പമുള്ള ആളുകളുടെ ഡീറ്റെയിൽസും. എന്തിനാ സാർ ഇതൊക്കെ? അതൊക്കെ വഴിയെ നിനക്ക് മനസ്സിലാവും. തൽക്കാലം നീ പറഞ്ഞു ചെയ്. മുട്ടൻ കുരുക്കാണല്ലോ സാറേ അണിയറയിൽ ഒരുങ്ങുന്നത്. അതങ്ങനെ തന്നെ വേണം ശരത്തെ. ഇത് വെട്ടിപ്പിടിക്കാനുള്ള വെറൊരു യുദ്ധമല്ല ശരത്തെ. വീണു പോയവന്റെ പ്രതികാര കഥ കൂടിയാ. മറ്റ് കഥാപാത്രങ്ങൾ കാലങ്ങൾക്ക് പിന്നിലുള്ള കഥകൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ മറക്കാനാവില്ലല്ലോ. The axe forgets, but the tree remembers. വെട്ടിയ മഴ മറക്കും, പക്ഷേ വെട്ടുകൊണ്ട മരം മറക്കില്ല. ഇതിപ്പോ നമ്മുടെ ഐഡിയ ഏറ്റു. അവൻ കല്യാണത്തിന് സമ്മതിച്ചു. എന്നിട്ടൊരു കുംഭസാരം. അവനൊരു പുതിയ മനുഷ്യനാവണം പോലും. നല്ല കാര്യം. ഇപ്പൊ ട്രെൻഡ് ശൈലി മാറ്റമാണല്ലോ. അതെ, മുഖം മിനുക്കല്. മുഖം മാത്രം മിനിക്കാ പോരല്ലോ സ്വാമി, മനസ്സും മനുഷ്യന്റെ ഇതുപോലെ ആവണ്ടേ? അതെ, ശരത്ത് ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ലുക്കിംഗ് ടു ടോക്കിയോ, ഗോയിങ് ടു ലണ്ടൻ, അങ്ങനെ ചിലരുണ്ട്. ആ ജനസിൽപ്പെടും ശരത്ത്. എന്നാലും എന്തായിരിക്കും അവന്റെ ഉള്ളിലിരിപ്പ്? എന്തായാലും നിത്യ കല്യാണം കഴിച്ച് മാന്യമായ ഒരു കുടുംബജീവിതം നയിക്കാനൊന്നും ആയിരിക്കത്തില്ല. അതെനിക്ക് ഉറപ്പാ. അത് 100% ഉറപ്പാ. അപ്പൊ പിന്നെ ആധിപത്യം ഉറപ്പിക്കണം, അതാണ് അവന്റെ ഇന്റൻഷൻ. ഇപ്പൊ അവൻ സുധിയുടെ വീട്ടിൽ നടത്തിയിരിക്കുന്നത് നിത്യയെ മുമ്പിൽ നിർത്തിയ ഒരു അധിനിവേശമായിരുന്നെങ്കിൽ ഇത്തവണ അവന്റെ ലക്ഷ്യം നിത്യയുടെ കഴുത്തിലൊരു താലി കെട്ടി സർവാധിപത്യം ഉറപ്പിക്കല. നിത്യയുടെ കഴുത്തിൽ അവൻ കെട്ടുന്ന താലി കുരുക്കായി മാറുന്നത് നിത്യയ്ക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും കൂടിയാ. കുടുംബത്തെ ചുറ്റിവരിയുന്ന കാലപാശം. പക്ഷെ നമ്മളിപ്പോ എന്ത് ചെയ്യും ഡോക്ടർ? അവൻ തന്നെ മുൻകൈ എടുത്ത് കല്യാണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോ പിന്നെ എന്ത് പറഞ്ഞു നമുക്കത് മുടക്കാനാവും? സുധിയുടെ അച്ഛന് ശരത്തിന്റെ വക മറുകടകം. എന്തായാലും കല്യാണം നാളെയൊന്നും അല്ലല്ലോ, തീയതിയും കുറിച്ചിട്ടില്ല. ഈ കളി ഇത് ഈ പാളത്തിലൂടെ ഇങ്ങനെ അങ്ങ് പോട്ടെ. അതിനുള്ളിൽ ശരത്തിന്റെ തന്ത്രങ്ങൾ നമ്മൾ പാളം തെറ്റിക്കും.
പൂട്ടും നമ്മളവനെ. ഒരു രീതിയിലും ഒഴിഞ്ഞു മാറാനോ വഴുതി രക്ഷപ്പെടാനോ കഴിയാത്ത രീതിയിൽ. എങ്ങനെ? പറയാം. ആദ്യം ഞാൻ ശേഖരനെ ഒന്ന് കാണട്ടെ. സിദ്ധു എവിടെ മോളെ? ഞാൻ വിളിച്ചായിരുന്നച്ചാ. ആരോട് ഫോണിൽ സംസാരിക്കോ? ഇപ്പൊ വരാന്ന് പറഞ്ഞു. കുഞ്ഞളീനെ ഇപ്പൊ ഭയങ്കര ബിസിയാ. ആരോടാണോ ഫോണിൽ സംസാരിക്കുന്നതെന്ന് ആർക്കറിയാം? ആരോടാണെങ്കിലും നിനക്കെന്താ പ്രേമേ? നിന്റെ മുമ്പിലുള്ള രജിസ്റ്ററിൽ പേരും ഫോൺ നമ്പറും എഴുതി വെച്ചിട്ട് വേണോ കുഞ്ഞളീന് ഫോൺ ചെയ്യാൻ? ഇല്ല മാത്യു, വീട്ടിൽ വിഷയം അവതരിപ്പിച്ചിട്ടില്ല. ഇപ്പൊ അവതരിപ്പിക്കണം. ശരിടാ, ഞാൻ വിളിക്കാം. ആ പറ്റിയ അടുത്ത ആഴ്ച വയനാട്ടിലേക്ക് ഇറങ്ങാം. വയനാട്ടിലെ കോഫി പ്ലാന്റേഷൻ നോക്കി വെക്കുകയും ചെയ്യാം. ആ പിന്നെ പറ്റിയ നമുക്ക് കൊടകിലൊന്ന് പോവാം. അവിടെ കുറെ ഇഞ്ചിപ്പാടം പാട്ടത്തിന് കൊടുക്കാനുണ്ടെന്ന് ബിലാൽ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ആ എന്നാ ശരിടാ, ഞാൻ വിളിക്കാം. വയനാട്ടിൽ നിന്ന് മാത്യുവാ. ഒരു കോഫി പ്ലാന്റേഷന്റെ കാര്യം പറഞ്ഞിരുന്നു. എന്തിനാടാ നീ ഇങ്ങനെ ഓടി നടക്കുന്നത്? വയനാട്, കുടക്. അളിയൻ പിന്നെ പണ്ടത്തെ പോലെ ഉഴപ്പിത്തല്ലി നടന്നാ മതിയോ? പുതിയ ഹൃദയം വന്നോടെ അളിയൻ പുതിയൊരു ആളായില്ലേച്ചാ. അതല്ല രംഗ, ഇവന് നോക്കി നടത്താൻ ആവശ്യത്തിലേറെ ബിസിനസ്സുകൾ ഇവിടെ ഇല്ലേ? കാശിന് വേണ്ടി നല്ല അച്ഛാ, മനസ്സിനൊരു സന്തോഷം. ഫ്രണ്ട്സുമായിട്ട് ചുറ്റിയടിക്കാനാ. ആ ചേച്ചി, എന്താ കഴിക്കാൻ? ദോശ പോലെ ഇട്ടാവട്ടത്തിലൊരു സാധനം. അല്ലടാ, വീട്ടിൽ എന്തോ വിഷയം അവതരിപ്പിക്കാനുണ്ടെന്ന് നീ ഫോണിൽ കൂടെ പറയുന്ന കേട്ടല്ലോ. എന്താടാ? അത് പിന്നെ അത് ഇഞ്ചിപ്പാടത്തിന്റെ കാര്യമായിരിക്കും അല്ലേ അളിയാ? ഇഞ്ചിയും കൊഞ്ചും ഒന്നും അല്ല, വേറെന്തോ വലിയ കാര്യം. അവന്റെ മുഖം കണ്ട അറിഞ്ഞൂടെ? എന്താ ഏട്ടാ? എന്താടാ? അലച്ച ആ അടിയന്തര പ്രമേയം ഉടനെ അങ്ങ് അവതരിപ്പിക്കളിയാ. എന്റെ കല്യാണക്കാരുമാണല്ലോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം. അതെ, നീയും മയൂരിയും തമ്മിലുള്ള വിവാഹം. മയൂരി അവിടെ നിൽക്കട്ടെ. ഞാൻ ജീവിക്കേണ്ടത് നിങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടിക്കൊപ്പമാണോ അതോ എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്കൊപ്പമാണോ? അത് നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്കൊപ്പം തന്നെ. പക്ഷേ ഈ കുടുംബത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന എന്റെ ഒരു പ്രതീക്ഷ. ഏത് പെൺകുട്ടിയാ? ആരാണ് നീ തെരഞ്ഞെടുത്ത മാണിക്യം? അത് മാണിക്യവും മരതകമൊന്നുമല്ല. ഒരു സാധാരണ പെൺകുട്ടിയാ. നിങ്ങളൊക്കെ അറിയും, ദേവിക.